ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. നിനക്കായി മാത്രം പാർട്ട് 3. തിരിഞ്ഞു മുറിയിലേക്ക് ചെല്ലുമ്പോൾ മനസ്സെങ്ങോ നഷ്ടമായതുപോലെ നിമിഷങ്ങളോളം ഏട്ടനിരുന്ന കസേരയിൽ തന്നെ കണ്ണുകൾ ഉടക്കി നിന്നു. ആളെപ്പോഴും അവിടെ ഇരിക്കുകയാണെന്ന് വെറുതെ സങ്കല്പിച്ചു. തന്നോട് സംസാരിക്കുമ്പോൾ ആ മുഖത്തുണ്ടായ ഓരോ ചലനങ്ങളും വീണ്ടും ഭാവനയിൽ കാണാൻ ശ്രമിച്ചു. ചുണ്ടുകളിൽ സ്വയം അറിയാതെ ചിരി വിടരുകയായിരുന്നു. എന്താ രേണു നിന്ന് ആലോചിക്കുന്നത്? പിന്നിൽ സൗമ്യ വേഗം ചിരി കടിച്ചൊതുക്കി. ഹേയ്, ഒന്നുമില്ല. ഏട്ടൻ വെറുതെ വന്നതാണോ? ഉവ്. താൻ തലേന്ന് ഫോൺ ചെയ്തിരുന്ന വിവരം സൗമ്യയോട് പറഞ്ഞിരുന്നില്ല. സൗമ്യ ഒരുമിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരുമ്പോഴും മനസ്സ് കഴിഞ്ഞുപോയ നിമിഷങ്ങളെ രഹസ്യമായി താലോലിക്കുന്നതറിഞ്ഞു. രാത്രി മുന്നിൽ തുറന്നു വെച്ചിരുന്ന പുസ്തകങ്ങളിൽ നോക്കിയിരുന്ന് വെറുതെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. അരുതെന്നു പലപ്പോഴും മനസ്സ് വിലക്കി. തന്റെ ഉള്ളിൽ ഈ രീതിയിൽ ഒരു വികാരം കടന്നുകൂടിയിട്ടുണ്ടെന്നും വിഷ്ണുവേട്ടൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞാൽ എതിർപ്പുണ്ടാകുമോ എന്ന ചിന്ത പലവട്ടം മനസ്സിനെ കുഴക്കി. പ്രായത്തിൽ തന്നെ ഇരുവരും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. 12 വയസ്സിന്റെ വ്യത്യാസം. വിഷ്ണുവേട്ടൻ തന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. സംസാരിക്കുമ്പോഴും തന്നിൽ ആ നോട്ടം ഉടുക്കുമ്പോഴും നിഷ്കളങ്കമായ സൗഹൃദ ഭാവമല്ലാതെ മറ്റൊന്നും ആ മിഴികളുടെ ആഴങ്ങളിൽ തനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിന്തകൾ അവിടെ വരെ എത്തുമ്പോഴേക്കും ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന അവാച്യമായ അനുഭൂതികൾ പെട്ടെന്ന് കെട്ടടങ്ങിയതുപോലെ തോന്നും. മനസ്സിലുള്ള എല്ലാ തോന്നലുകളും തൂത്തെറിയണമെന്ന് നിശ്ചയിച്ചുറയ്ക്കും. പക്ഷേ ആ രേണുവാകാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകാറുള്ള നിമിഷങ്ങൾ. പക്ഷേ ആ തീരുമാനങ്ങൾക്കൊക്കെ മണിക്കൂറുകളുടെ ദൈർഘ്യമേ ഉണ്ടാകാറുള്ളൂ. വീണ്ടും വിഷ്ണുവേട്ടന്റെ സ്വരം ഫോണിലൂടെ കേൾക്കാനിടയായാൽ അപരിചിതമായ പതർച്ച ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നതറിഞ്ഞു. സ്വപ്നങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് കടന്നു വന്നു. അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും പൊട്ടിവിരിഞ്ഞു. വിഷ്ണുവേട്ടനുമൊത്തുള്ള ജീവിതം കൺമുമ്പിൽ കണ്ടു. വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഏട്ടനെ സ്പർശിക്കുന്ന എന്തെങ്കിലും കേൾക്കാനിട വന്നാൽ കാതുകൾ ജാഗരൂകമായി. ഏട്ടന് വന്ന വിവാഹാലോചനകളെക്കുറിച്ച് സതിയേട്ടത്തിയുടെ നാവിൽ നിന്നെങ്ങാനും വീണ് കേട്ടാൽ ഉള്ളം ക്രമാതീതമായി തുടി തൊട്ടാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വിഷ്ണുവേട്ടന്റെ വിവാഹം ഉറച്ചു എന്ന വാർത്ത കേൾക്കേണ്ടി വരും എന്ന വിചാരം തന്നെ മനസ്സിൽ നടുക്കമുണ്ടാക്കാൻ തുടങ്ങി. ഏതു നിമിഷവും അങ്ങനെയൊന്നും ഉണ്ടായേക്കാമെന്ന് അനുനിമിഷം ഭയന്നു. ആ ഭയം നൽകുന്ന വ്യതയാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത്. നിനക്ക് എന്തു പറ്റി രേണു? പലവട്ടം സതിയേട്ടത്തി ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞെങ്കിലും തന്നിൽ പ്രകടമായ ഭാവവ്യത്യാസം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അജിത്തിന്റെ സമീപനമാണ് അതിന് കാരണമെന്നാണ് അവർ ധരിച്ചത്. 1-2 തവണ രവിയേട്ടൻ നേരിട്ട് ചോദിക്കുക കൂടി ചെയ്തു. മുഖം കഴിയുന്നതും പ്രസന്നമാക്കി വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോളേജ് തുറക്കാൻ 2 ദിവസം ഉള്ളപ്പോഴാണ് വീണ്ടും അജിത്തിനെ കണ്ടുമുട്ടാനിടയായത്. സതിയേട്ടത്തെ ഡോക്ടറെ കാണിച്ച് മടങ്ങുന്ന വഴി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ടൗണിലേക്ക് പോയിരുന്നു. വഴിയരികിൽ കാർ നിർത്തി രവിയേട്ടൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയ സമയം കാറിന്റെ പിൻസീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന സതിയേട്ടത്തെയുമായി വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചെവി അടപ്പിക്കുന്ന ശബ്ദത്തിൽ ഒരു ബൈക്ക് കാറിനരികിലൂടെ കടന്നുപോയി. കുറച്ചു മുമ്പോട്ട് ചെന്ന് നിന്ന് അതിൽ നിന്ന് ഇറങ്ങിയ ആളിനെ കണ്ടപ്പോൾ തന്നെ സപ്തനാഡികളും സ്തംഭിച്ചു. അജിത്ത് പറഞ്ഞു വന്നത് തുടരാനാവാതെ നാവിന്റെ ചലനമറ്റു. സതിയേട്ടത്തെയും അജിത്തിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ബൈക്ക് സ്റ്റാൻഡിലിട്ട് തിരിഞ്ഞു നിന്നു. അജിത്തിന്റെ തീക്ഷ്ണമായ നോട്ടം കാറിന്റെ കണ്ണാടി ചില്ലയിലൂടെ കടന്നു തന്നിൽ ആഴ്ന്നിറങ്ങുന്നത് പോലെ. പെട്ടെന്ന് മനസ്സിലേക്ക് ഇരുമ്പിയെത്തിയത് ആ രാത്രിയാണ്. മുത്തശ്ശി മരിച്ച അന്ന് രാത്രി. തന്റെ മുഖം വിളറി വെളുത്തിട്ടുണ്ടാവും. സതിയേട്ടത്തിന്റെ കൈകൾ തന്നെ തേടി എത്തുന്നതറിഞ്ഞു. രേണു. ഏതോ ഗുഹാമുഖത്ത് നിന്ന് ഇഴഞ്ഞു വരുന്നത് പോലെയായിരുന്നു ആ നേർത്ത ശബ്ദം. പെട്ടെന്ന് സമനില വീണ്ടെടുത്തു. രേണു പേടിച്ചിരിക്കുകയാണോ? ഏയ് ഇല്ല. സ്വരത്തിൽ നേരിയ വിറയൽ ബാധിച്ചിരുന്നു. ഇതിനിടെ അജിത്ത് കാറിനരികിലൂടെ നടന്നു. അടുത്ത് കണ്ട ബുക്ക് സ്റ്റോളിലേക്ക് നടക്കുന്നത് ഒരു ഉൾക്കിടിലത്തോടെ കണ്ടു. രേണു എന്തിനാ അവൻ ഇങ്ങനെ പേടിക്കുന്നത്? സതിയേട്ടത്തിയുടെ ചോദ്യം. എനിക്ക് പേടിയില്ലല്ലോ. മറുപടി പറയുമ്പോഴും ആ രാത്രി പകർന്നു നൽകിയ പേടിയായിരുന്നു ഉള്ളു നിറയെ. ഏത് രഹസ്യവും താൻ തുറന്നു പറയാറുള്ള ഏട്ടത്തിയോട് പോലും താൻ അത് പറഞ്ഞിട്ടില്ല. ഇന്നും ഭീകരമായ ഓർമ്മ ഉള്ളിലൊതുക്കാനേ കഴിയുന്നുള്ളൂ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ശപ്പൻ. ഒറ്റയടിക്ക് ആ പല്ല് 32 തെറിപ്പിക്കണം. സതിയേട്ടത്തിയുടെ അമർഷം പൂണ്ട വാക്കുകൾ കേട്ട്
തല തിരിച്ചു നോക്കി. ബുക്ക് സ്റ്റോളിലെ കൗണ്ടറിൽ നിന്നിരുന്ന അജിത്തിന്റെ നോട്ടം കാറിനുള്ളിലേക്ക് തന്നെ വീണിരിക്കുന്നു. കിട്ടിയ സന്ദർഭം ഒട്ടും പാഴാക്കുന്നില്ലെന്ന് തോന്നി. വേഗം തന്നെ തല വെട്ടിത്തിരിച്ചു. രവിയേട്ടൻ എന്താ ഇത്ര താമസിക്കുന്നേ? ഉള്ളിലെ അക്ഷമ പുറത്തു വന്നു. കടയിൽ നല്ല തിരക്കുണ്ട്, അതാവും. ആ ഇരിപ്പ് അധികം തുടരേണ്ടി വന്നില്ല. അപ്പോഴേക്കും കൈ നിറയെ മരുന്നും ടോണിക്കുമായി രവിയേട്ടൻ എത്തി. അവൻ അവിടെ നിൽക്കുന്ന കാര്യം രവിയേട്ടനോട് പറയണ്ട. സതിയേട്ടത്തി ഒച്ച താഴ്ത്തി താക്കീത് തന്നു. ഇല്ല. ഹോ, എന്തൊരു തിരക്ക്! എനിക്ക് തോന്നുന്നു അവിടെ വന്ന് നിൽക്കുന്നവരൊക്കെ എന്നെ പോലെ പാവം പിടിച്ച ഭർത്താക്കന്മാരാണെന്ന. കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ രവിയേട്ടൻ പറഞ്ഞു. ആരിൽ നിന്നും പെട്ടെന്നൊരു പ്രതികരണവും കാണാനിട്ടാവും. ഏട്ടൻ തിരിഞ്ഞു നോക്കി. ഷെടാ, ഈ ഉള്ളവരോട് തമാശ പറഞ്ഞിട്ടും ചിരിക്കാൻ ആളില്ലാതായോ? കാർ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഏട്ടൻ വീണ്ടും ചോദിച്ചു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ, രണ്ടുപേർക്കും എന്തു പറ്റി? ഏതാണ്ട് ഇഞ്ചി കടിച്ച കൊരങ്ങന്മാരെ പോലെ ആയിരുന്നല്ലോ ഇരിപ്പ്. പെട്ടെന്ന് ഏട്ടത്തെ കയ്യിൽ നുള്ളി. നിങ്ങൾ ഇത്ര താമസിച്ചിട്ടാണ്, അതാണോ കാര്യം? ആട്ടെ, കാപ്പി വാങ്ങിത്തരാമെന്ന് പറഞ്ഞല്ലേ രേണുവിനെ വിളിച്ചുകൊണ്ട് വന്നത്? എന്നിട്ട് എങ്ങോട്ടാ വണ്ടി പോകുന്നേ? വെറുതെ രേണുവിന്റെ പേര് വലിച്ചഴക്കണ്ട. നിനക്ക് വേണ്ടേ കാപ്പി? സതിയേട്ടത്തി മറുപടി പറയാതെ ചിരിക്കുക മാത്രം ചെയ്തു. കാർ ഹോട്ടലിലേക്ക് നീങ്ങുമ്പോഴും കൈവിട്ടു പോയ പ്രസന്നത മടങ്ങി വന്നിരുന്നില്ല. സതിയേട്ടത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞത് മുതൽ ഉള്ളിൽ വേവലാതിയായി. 2 ദിവസത്തിനകം പ്രസവം നടക്കുമെന്നറിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പറന്നെത്താൻ മനസ്സ് ധൃതി കൂട്ടി. ആ കാര്യം ഫോണിലൂടെ അച്ഛനോട് പറഞ്ഞു നോക്കി. വേണ്ട മോളെ, നീ ഇപ്പൊ വന്നാൽ വീട്ടിൽ തനിച്ചാവും. ഹോസ്പിറ്റലിൽ പോയി നിന്നാലും ശരിയാവില്ല. അമ്മയെ ഹോസ്പിറ്റലിലാണോ? ഉവ്. അവിടെ നിന്ന് സതിയുടെ ഒരപ്പച്ചിയും വന്നിട്ടുണ്ട്. എന്നാലും പ്രസവം നടക്കുന്നത് വരെ അമ്മ കൂടി നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ രവിയേട്ടനും അച്ഛനും ഒക്കെ ആഹാരം വലിയേട്ടന്റെ വീട്ടിൽ നിന്നാണ്. രവി മിക്കവാറും പുറത്തുനിന്ന് തന്നെ. വിഷ്ണുവേട്ടനെ വിവരം അറിയിച്ചോ? വിഷ്ണു ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ മാത്രം ഇവിടെ. ഉള്ളിൽ സങ്കടം പൊട്ടി വന്നു. ശബ്ദത്തിൽ വന്ന വ്യത്യാസം അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. മോള് വിഷമിക്കണ്ട, പ്രസവം കഴിഞ്ഞാലുടൻ തന്നെ മോൾക്ക് കാർ അയക്കാം. ഷുവർ? അച്ഛൻ മറക്കില്ല, പോരെ? ആ ഉറപ്പിൽ മനസ്സ് ആശ്വാസം പൂണ്ടു. പിന്നീട് മണിക്കൂറുകൾ എണ്ണുകയായിരുന്നു. ഏതു നിമിഷവും ആ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ഫോൺ വരുമെന്ന് അറിയാമായിരുന്നു. പിറ്റേന്ന് രാത്രി വരെ ആ കാത്തിരിപ്പ് നീണ്ടു. ഊണ് കഴിഞ്ഞ് കിടക്കാനുള്ള വട്ടം കൂട്ടുമ്പോൾ പതിവില്ലാതെ വാർഡനെ മുറിയുടെ മുൻപിലുള്ള വരാന്തയിൽ കണ്ട് താനും അമ്പിക എഴുന്നേറ്റു. രേണുവിനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാർഡന്റെ മുഖത്ത് പുഞ്ചിരി മുട്ടിട്ട് നിന്നിരുന്നു. ഒരു നിമിഷം ഹൃദയം തുള്ളിച്ചാടി. ഏട്ടനൊരു കുട്ടി പിറന്നിരിക്കുന്നു, പെൺകുട്ടി. ഓ, എപ്പോൾ? വാതിലിനരികിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ 1000 ചോദ്യങ്ങൾ നാവിലേക്ക് ഇരച്ചെത്തി. കുറച്ചു മുൻപ് ഫോൺ വന്നു, നാളെ വൈകുന്നേരം കാർ എത്തും. വൈകുന്നേരമോ? പൊടുന്നനെ നിരാശയുടെ നിഴലുള്ളിലേക്ക് വീണു. ഇതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ മനസ്സിലുണ്ടായിരുന്നില്ല. രാവിലെ അയക്കാമെന്ന് അച്ഛൻ പറഞ്ഞത്. ഞാനത് വൈകുന്നേരം ആക്കി. രാവിലെ പോയാൽ വൈകുന്നേരം തന്നെ മടങ്ങാൻ പറ്റില്ലല്ലോ. വെറുതെ എന്തിനാ 2 ദിവസം നഷ്ടമാക്കുന്നത്? ഉള്ളിൽ നേരിയൊരു ഈർഷ്യ തോന്നാതിരുന്നില്ല. തനിക്ക് 2 ദിവസം ക്ലാസ് നഷ്ടപ്പെട്ടാൽ ഇവർക്കെന്താ? നീരസം പുറമെ പ്രകടമാകാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. വാർഡൻ തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്ത മുറിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ചുറ്റിനും കൂടി. എവിടെ ചോക്ലേറ്റ്? ഒരു കൂട്ടം കൈകൾ തനിക്ക് നേരെ പാഞ്ഞു വന്നു. രാവിലെ തന്നെ കോളേജിന്റെ സ്റ്റോറിൽ നിന്നും രഹസ്യമായി വാങ്ങി വെച്ചിരുന്ന ചോക്ലേറ്റിന്റെ കാര്യം അവർ മണത്തറിഞ്ഞിരിക്കുന്നു. അംബിക ഓടിപ്പോയി അത് എടുത്തുകൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം നടത്തി. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച നിമിഷങ്ങൾ. രാവിലെ മുതൽ മണിക്കൂറുകൾ എണ്ണുകയായിരുന്നു. കോളേജിൽ നിന്നും മടങ്ങി വന്ന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. 4 മണിയായപ്പോഴേക്കും കാർ എത്തിയിരുന്നു. നേരെ ഹോസ്പിറ്റലിലാണ് ചെന്നിറങ്ങിയത്. സതിയേട്ടത്തിയുടെ അരികിൽ കിടന്നിരുന്ന മോളെ കണ്ണുമയ്ക്കാതെ ഏറെ നേരം നോക്കി നിന്നു. കയ്യിലെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. പക്ഷേ അതിനുള്ള ധൈര്യം ഉണ്ടായില്ല. കുഞ്ഞാദ്യം അന്വേഷിച്ചത് അപ്പച്ചിയാണ്. അമ്മുമ്മയുടെ വാക്കുകളിൽ കുസൃതി. ഉവ്വോ, ഞാൻ കരുതി അമ്മുമ്മയായിരിക്കുമെന്ന്. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരമല്ലേ? താനും വിട്ടുകൊടുത്തില്ല. എല്ലാവരിലും ചിരി പൊട്ടി. സതിയേട്ടത്തിയുടെ തളർന്ന മുഖത്ത് ഒരു നവത ചൈതന്യം കളിയായിരിക്കുന്നെന്ന് തോന്നി. അമ്മുമ്മേ, മോളെ ഒന്ന് എനിക്കെടുത്തതാ. കുഞ്ഞിനെ കയ്യിലെടുക്കാനുള്ള ധൃതി കൊണ്ട് പറഞ്ഞു. മോളതേ ആ സെറ്റിൽ ചെന്നിരിക്കെ, ഞാൻ മടി വെച്ചു തരാം. അമ്മ കുഞ്ഞിനെ കിടത്തിയിരുന്ന ടവലോടെ എടുത്ത്
മഴയിൽ വെച്ച് തന്നു. ആ കുഞ്ഞ് കണ്ണ് തുറക്കുന്നത് നോക്കി എത്ര നേരം ഇരുന്നുവെന്നറിയില്ല. മുറിയിലേക്ക് ആരൊക്കെയോ കടന്നു വരുന്നതറിഞ്ഞാണ് തല ഉയർത്തിയത്. വിഷ്ണുവേട്ടനും രവിയേട്ടനും മോളെ എടുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതാണ്. വേണ്ട, നീ അവിടെ ഇരുന്നോളൂ, രവിയേട്ടൻ പറഞ്ഞു. പാർട്ടി നല്ല ഉറക്കമാണല്ലേ? കുഞ്ഞിന്റെ കൈ പിടിച്ചുയർത്തി രവിയേട്ടൻ ചോദിച്ചു. കണ്ണ് തുറക്കുന്നത് നോക്കി ഒരാൾ തപസിരിക്കുക. സതിയേട്ടത്തിയുടെ ക്ഷീണിച്ച സ്വരം. ആര്? രേണുവോ? ഏട്ടത്തിയുടെ അരികിലേക്ക് ചെല്ലുന്നതിനിടയിൽ ഏട്ടൻ ചോദിക്കുന്നത് കേട്ടു. രേണു എപ്പോഴെത്തി? വിഷ്ണുവേട്ടന്റെ ചോദ്യം കേട്ട് വീണ്ടും തലയുയർത്തി. കുറച്ചു നേരമായി. ഇതിനിടയിൽ വിഷ്ണുവേട്ടൻ പതുക്കെ തന്റെ അരികിൽ വന്നിരുന്നു. ഏട്ടന്റെ ശ്രദ്ധ മുഴുവൻ മടിയിലിരിക്കുന്ന കുഞ്ഞിലായിരുന്നു. മറ്റൊന്നും ഓർത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ സാമീപ്യം തന്നെ ആകെ തളർത്തുന്നറിഞ്ഞു. അനവദ്യമായ ഏതോ നിർവൃതിയിൽ മുങ്ങിപ്പൊങ്ങുന്ന പ്രതീതി. ശരീരത്തിലെ രക്തമെല്ലാം കവിളിലേക്ക് ഇരച്ചിറങ്ങുന്നത് പോലെ. ഉള്ളിൽ ഇരമ്പി മറിയുന്ന വികാരങ്ങൾ മുഖത്ത് പ്രകടമാകാതിരിക്കാൻ നന്നേ പണിപ്പെട്ടു. കുനിഞ്ഞിരുന്നത് കൊണ്ട് തന്റെ മുഖം മറ്റാർക്കും കാണാൻ കഴിയില്ലല്ലോ എന്ന് ആശ്വാസം കൊള്ളുകയായിരുന്നു. സതിയേട്ടത്തിയോട് എന്തൊക്കെയോ സംസാരിച്ചതിനു ശേഷം രവിയേട്ടനും തനിക്കരികിൽ വന്നിരുന്നപ്പോൾ സമനില വീണ്ടെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യാശയുടെ കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ വീണ്ടും മനസ്സിൽ കണ്ണു ചിമ്മി തുറന്നു. യുഗങ്ങളോളം വിഷ്ണുവേട്ടന്റെ അരികിൽ ഈ ഇരിപ്പ് തുടരാൻ ഉള്ളം കൊതിച്ചു. പ്രതീക്ഷിക്കാതിരുന്ന ഒരു നിമിഷം ഏട്ടന് യാത്ര ചോദിച്ച് എഴുന്നേറ്റപ്പോഴാണ് വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. രാത്രി രവിയേട്ടന്റെ അച്ഛന്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴും കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളിൽ മനസ്സ് കുരുങ്ങിക്കിടന്നു. പിറ്റേന്ന് സതിയേട്ടത്തിയുടെ അരികിൽ വീണ്ടും ചെന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാമെന്ന് അച്ഛൻ ഏറ്റിരുന്നു. ഏട്ടത്തിയുമായി സംസാരിക്കുന്നതിനിടയിൽ വിഷ്ണുവേട്ടൻ പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് മടങ്ങുമെന്നറിഞ്ഞു. പൊടുന്നനെയാണ് ആ ആശയം മനസ്സിലേക്ക് പൊട്ടി വീണത്. എന്തുകൊണ്ട് മടക്കയാത്ര വിഷ്ണുവേട്ടനോടൊപ്പം ആയിക്കൂടാ? അത് രാവിലെയുള്ള ട്രെയിനിനാണ് ഏട്ടൻ പോകുന്നതെന്ന് തോന്നുന്നു. ട്രെയിൻ സമയത്തിനെത്തിയാൽ തനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. എല്ലാറ്റിനേക്കാൾ ഉപരി മറ്റൊരു സുഖകരമായ ചിന്തയാണ് മനസ്സിൽ മുന്നിട്ട് നിന്നിരുന്നത്. വിഷ്ണുവേട്ടൻ ഒരുമിച്ച് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. സതിയേട്ടത്തിയുടെ പ്രതികരണം അറിയാൻ വേണ്ടി മടിച്ച് കാര്യം അവതരിപ്പിച്ചു. അതിനെന്താ, ഏട്ടന്റെ കൂടെ പോവാം. അച്ഛനോട് വിളിച്ചു പറഞ്ഞോളൂ ഇന്ന് പോകാനില്ലെന്നും. അധികം ആലോചിക്കാതെ തന്നെ ഏട്ടത്തെ അനുവാദം തന്നു. പിന്നെയും സംശയം ബാക്കി കിടന്നു. താൻ വലിഞ്ഞു കയറി ചെല്ലുന്നത് വിഷ്ണുവേട്ടന് ഇഷ്ടമാവോ? ഏട്ടനത് പ്രയാസമാവോ? വിഷ്ണുവേട്ടനോ? ഹേയ്, ഏട്ടൻ എന്തായാലും പോകുന്നേല്ലേ, പിന്നെന്താ പ്രയാസം? ഏട്ടൻ ചിലപ്പോൾ ഇപ്പൊ വരും, ഞാൻ പറയാം. വിഷ്ണുവേട്ടന്റെ പ്രതികരണം എന്താണെന്നറിയാൻ മനസ്സ് തിടുക്കം പൂണ്ടു. പിന്നീട് ആ കാലൊച്ചകൾക്ക് വേണ്ടി മാത്രം കാതോർത്തു. ആദ്യം വന്നത് രവിയേട്ടനാണ്. ഫാക്ടറിയിൽ നിന്ന് കിട്ടിയ ഇടവേള പാഴാക്കാതെ മോളെ കാണാൻ ഓടിയെത്തിയ രവിയേട്ടനോട് ഏട്ടത്തി തന്നെ കാര്യം അവതരിപ്പിച്ചു. ഏട്ടൻ തന്നെ തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം രവിയേട്ടൻ ചോദിച്ചു, നിനക്കെന്താ ഇന്ന് പോയാൽ? ഇന്നുകൂടി ഞാൻ ഇവിടെ നിന്നോട്ടെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് നഷ്ടമായി. പോയിട്ട് ഇനി എന്നാ വരാൻ പറ്റുന്നത്? വിഷ്ണുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? രവിയേട്ടൻ ആകെ സംശയമായി. പിന്നെ ഏട്ടൻ എന്താ ബുദ്ധിമുട്ട്? അതൊന്നും സാരാക്കാനില്ല, ഞാൻ പറഞ്ഞോളാം. സതിയേട്ടത്തി കൂടുതൽ ധൈര്യം തന്നു. വിഷ്ണുവേട്ടൻ വന്നെത്തുന്നത് വരെ ഒരു സമാധാനം ഉണ്ടായില്ല. ഒടുവിൽ ഒരു നിമിഷം കൈ നിറയെ സതിയേട്ടത്തിക്കും കുഞ്ഞിനുമുള്ള പാക്കറ്റുകളുമായി വിഷ്ണുവേട്ടൻ എത്തി. ഹാവൂ, ഞാൻ രക്ഷപ്പെട്ടു. ഇതുപോലുള്ള 2-3 അമ്മാവന്മാർ കൂടി വേണമായിരുന്നു. രവിയേട്ടൻ മോളോട് പറഞ്ഞ കമന്റ് എല്ലാവരിലും ചിരി പടർത്തി. ഒട്ടൊരു സന്ദേഹത്തോടെയാണ് അടുത്ത നിമിഷങ്ങളെ നോക്കിക്കണ്ടത്. അത് അധികം വൈകിക്കാതെ തന്നെ സതിയേട്ടത്തി പിറ്റേന്നത്തെ യാത്രയുടെ കാര്യം എടുത്തിട്ടു. പരിചയമില്ലാത്തത് കൊണ്ട് ട്രെയിൻ യാത്ര രേണുവിന് പ്രയാസകരമായിരിക്കും. പെട്ടെന്നായിരുന്നു പ്രതികരണം. അത് സാരമില്ല, രാവിലെ ഏതായാലും ഏട്ടൻ പോകുന്നതല്ലേ, രേണു ഇന്നുകൂടി ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ഞാൻ രാവിലെ അതുവഴി വരാം, തയ്യാറായി നിന്നോളൂ. അപൂർവമായൊരു ഉത്സാഹം തന്നിൽ വന്ന് നിറയുന്നതറിഞ്ഞു. അന്ന് മുഴുവനും എങ്ങനെ കഴിച്ചുകൂട്ടിയെന്നറിയില്ല. കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്ന ബന്ധുക്കളുടെ നടുവിലായപ്പോഴും മനസ്സ് കൈവരാൻ പോകുന്ന നിമിഷങ്ങളെ ഉൾപൂളത്തോടെ കാണുകയായിരുന്നു. വൈകുന്നേരം വീണ്ടും എത്തിയ വിഷ്ണുവേട്ടൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. 7:30 ട്രെയിൻ, കാറിൽ അങ്ങ് വന്നാൽ മതി, സ്റ്റേഷനിൽ ഞാൻ കൊണ്ടാക്കാം, രവിയേട്ടൻ പറഞ്ഞു. രാത്രി മനസ്സ് മുഴുവൻ ട്രെയിനിൽ ഒന്നിച്ച് ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യം നിറഞ്ഞു നിന്നു. വണ്ടിയുടെ വേഗത ക്രമേണ വർദ്ധിക്കുന്നതറിഞ്ഞു. പാളത്തിന്റെ വിടവുകളിൽ ചക്രങ്ങൾ വീണിടയുമ്പോഴുണ്ടാകുന്ന അസഹ്യമായ ശബ്ദവും ശ്രവിച്ചുകൊണ്ട് പുറത്തേക്ക് കണ്ണയച്ചിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന സ്ത്രീയുടെ
പരുപരുത്ത സ്വരം കാതിൽ വീണു. കുട്ടി വിഷ്ണു സാറിന്റെ സിസ്റ്ററാണോ? മറുപടി പറയണമെന്നുണ്ടായിരുന്നില്ല. മനസ്സ് അത്രയേറെ തളർന്നു പോയിരുന്നു. വിഷ്ണുവേട്ടൻ പറ്റിച്ച പണി. ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാനും വയ്യ. തനിക്ക് ഇരിപ്പിടം നേടിത്തരാൻ അവർ കുറെ പാടുപെട്ടതാണ്. സിസ്റ്ററാണെന്ന് പറയാൻ മനസ്സും അനുവദിക്കുന്നില്ല. സിസ്റ്റർ ഇൻ ലോയാണ്. ചോദ്യശരങ്ങൾ കൂടുതൽ ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നാവ് ചലിപ്പിക്കാൻ പോലുമുള്ള മനസാന്നിധ്യം നഷ്ടമായിരിക്കുന്നു. കൊഴിഞ്ഞു വീണ കുറേ നിമിഷങ്ങൾക്ക് മുൻപ് വരെ താൻ എന്തെല്ലാം ഭാവനയിൽ കണ്ടു. കൈവരാൻ പോകുന്ന സാമീപ്യത്തിന്റെ മധുരിമ ആവോളം മുങ്ങിക്കുടിക്കാൻ തയ്യാറായിരുന്ന മനസ്സ് ഇപ്പോൾ ഏതോ നഷ്ടദുഃഖത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. രാവിലെ ആരെങ്കിലും വിളിച്ചുണർത്തുന്നതിന് മുൻപ് തന്നെ നേരത്തെ എഴുന്നേറ്റു. വിഷ്ണുവേട്ടൻ വരാറായപ്പോഴാണ് രവിയേട്ടനെ അച്ഛനെയും വിളിച്ചുണർത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത് രവിയേട്ടനാണ്. ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആണെന്ന് കണ്ടപ്പോൾ രവിയേട്ടൻ അപ്പോൾ തന്നെ മടങ്ങി. ഇരുവരും തനിച്ചാകുന്ന ധന്യമായ നിമിഷങ്ങളുടെ കാലൊച്ചകൾ കേട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവേട്ടന്റെ പരിചയക്കാരിൽ 1-2 പേർ അടുത്തു വന്നു. പലരിൽ നിന്നും ചോദ്യമുണ്ടായി. സിസ്റ്ററാണ്. വിഷ്ണുവേട്ടന്റെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി ഉള്ളിൽ നേരിയ അസഹ്യത സൃഷ്ടിക്കാതിരുന്നില്ല. ഒരു താൽക്കാലിക ദുഃഖത്തിന്റെ പിടിയിൽ നിന്നും മോചിതയാവാൻ മനസ്സ് നന്നേ ബന്ധപ്പെട്ടു. രേണു വരൂ. വിഷ്ണുവേട്ടന്റെ കാലടികളെ അനുഗമിക്കുമ്പോൾ തിരക്കേറി വരുന്ന പ്ലാറ്റ്ഫോമിലെ മർമരങ്ങൾക്കിടയിൽ നിന്നും പൊടുന്നനെ പ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ചെന്നു വീണ പ്രതീതി. 4 പാട് നിന്നും തന്നിലേക്ക് ചൂഴിഞ്ഞിറങ്ങുന്ന കണ്ണുകളെ നേരിടാൻ ഭയന്നു. മുന്നിൽ നടന്നിരുന്ന ഏട്ടനിൽ നിന്ന് നോട്ടം പാറി വീഴാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരുന്നു. നടത്തം ചെന്ന് അവസാനിച്ചത് ലേഡീസ് വെയിറ്റിംഗ് റൂമിന് മുൻപിലാണ്. രേണു ഇവിടെ ഇരുന്നോളൂ, വണ്ടി വരാൻ കുറെ വൈകും. പെട്ടെന്നാണ് മനസ്സിടിഞ്ഞത്. എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അകത്തേക്ക് കടന്ന് ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ സ്ഥലം പിടിച്ചു. അപ്പോഴുമുള്ള മറ്റെന്തിനോ വേണ്ടി ഉഴർന്നതറിഞ്ഞു. വീണ്ടും ഏട്ടൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ട്രെയിൻ വന്നപ്പോഴാണ്. തന്നെയും കൂട്ടി നേരെ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ നേരെ നടക്കുമ്പോഴും തനിച്ചാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സൈഡ് സീറ്റിലിരുന്നവർ ഏട്ടന്റെ ഓഫീസിലെ ഏതോ ഉദ്യോഗസ്ഥയായിരുന്നെന്ന് തോന്നി. തന്നെ അവരെ ഏൽപ്പിച്ച് പിൻവാങ്ങുന്നതിനിടയിൽ ഏട്ടൻ ആശ്വസിപ്പിക്കാതിരുന്നില്ല. ഞാൻ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിലുണ്ടാകും, സാറാമ്മയോടൊപ്പം ഇരുന്നോളൂ. ഉള്ളിൽ നാമ്പിട്ട് നിന്ന പ്രതീക്ഷകളെല്ലാം നിമിഷാർദ്ധം കൊണ്ട് കെട്ടടങ്ങി. മുഖത്തെ മ്ലാനത ഏട്ടൻ കണ്ടുപിടിച്ചു. എന്റെ ഒപ്പം വന്നാൽ ഒന്ന് സൗകര്യമായി നിൽക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. രേണുവിന് പേടിയുണ്ടോ? ഹേയ് ഇല്ല. പ്രയാസപ്പെട്ട് മുഖത്ത് പ്രസന്നത വരുത്തി. നഷ്ടപ്പെട്ടു പോയ എന്തോ ഓർത്ത് ഭാരപ്പെടുന്ന മനസ്സുമായി വെറുതെ പുറത്തേക്ക് കണ്ണയച്ചിരുന്നു. കാഴ്ചകളൊന്നും കണ്ണുകളിൽ ഉടക്കിയില്ല. തികച്ചും ഉദാസീനമായൊരവസ്ഥ. മനസ്സ് ശൂന്യമായിരിക്കുന്നു. ഒറ്റപ്പെട്ട ഏതോ തുരുത്തിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ ഓരോന്നോർത്ത് പുളകം കൊള്ളാൻ വേണ്ടി മാത്രം കാത്തിരുന്ന ഈ യാത്ര. കഴിഞ്ഞ രാവിൽ സ്വപ്നം കണ്ടിരുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്തുകൊണ്ടോ വിഷ്ണുവേട്ടനോട് തെല്ലുപോലും നീരസം തോന്നിയില്ലല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുകയും ചെയ്തു. തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ ഒന്ന് സ്വസ്ഥമായി പോലും നിൽക്കാനിടമില്ലാതെ ഏട്ടൻ കുഴങ്ങുകയാവും. പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ഏതോ വലിയ സ്റ്റേഷനിൽ ട്രെയിൻ നിന്നപ്പോൾ ഏട്ടൻ ഇറങ്ങി വന്നു. രേണുവിന് കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. അന്വേഷണം അവിടെ അവസാനിച്ചു. വീണ്ടും ഏട്ടനെ കണ്ടത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ്. സാറാമ്മയോട് നന്ദി പറഞ്ഞ് പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് നടക്കുമ്പോൾ ഏട്ടൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര? എന്നും ഇങ്ങനെ തിരക്കുണ്ടാവുമോ? ഉണ്ട്. ഇന്ന് ആൾക്കാർ കുറവാണ്. തിങ്കളാഴ്ച ഇതിൽ കൂടുതലുണ്ടാവും. സാറാമ്മയെ കണ്ടത് ഭാഗ്യം. ഇല്ലെങ്കിൽ അവിടെ പോലും രേണുവിനിരിക്കാൻ സീറ്റ് കിട്ടുമായിരുന്നില്ല. ദിവസവും വന്നു പോകുന്നവരുടെ കാര്യം കഷ്ടാവുമല്ലോ. എന്നുകൊണ്ട് തന്നെ രേണുവിന് മതിയായി ഇല്ലേ? മറുപടി ആയി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഉള്ളിൽ മറ്റൊന്നായിരുന്നു. വിഷ്ണുവേട്ടൻ അടുത്തുണ്ടാവുമെങ്കിൽ ഏത് നരകത്തിൽ കൂടി യാത്ര ചെയ്യാനും താൻ ഒരുക്കമാണ്. വാക്കുകൾ മനസ്സിലിട്ട് തട്ടി ഉരുട്ടാനേ കഴിഞ്ഞുള്ളൂ. നമുക്ക് കാപ്പി കഴിച്ചിട്ട് പോയാ പോരെ? വാച്ചിൽ നോക്കിയിട്ട് ഏട്ടൻ ചോദിച്ചു. എന്തും അനുസരിക്കാൻ തയ്യാറായിരുന്നു. ഫാമിലി റൂമിനുള്ളിൽ മേശയ്ക്ക് ഇരുവശവും നിശബ്ദമായിരുന്ന് കാപ്പി കുടിക്കുമ്പോൾ ഉള്ളം ക്രമാതീതമായി തുടിക്കാൻ തുടങ്ങി. മുഖത്തെ ഭാവപ്പകർച്ച ഏട്ടൻ ശ്രദ്ധിക്കാതിരിക്കാൻ നന്നേ പണിപ്പെട്ടു. ടാക്സിയിൽ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോൾ നഷ്ടബോധത്തിന്റെ പിടിയിൽ അമർന്ന് ഞെരിയുകയായിരുന്നു മനസ്സ്. അടുത്ത ആഴ്ച കോളേജ് ഡേ ആണ്. കാലുകളിൽ പുതിയൊരു താളത്തിന്റെ ചിലമ്പൊലച്ചയുമായി ദിവസങ്ങൾ കടന്നു പോകുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും താമസിച്ചാണ് ഹോസ്റ്റലിൽ എത്തുന്നത്. ക്ലാസ് കഴിഞ്ഞാൽ നൃത്തത്തിനുള്ള റിഹേഴ്സൽ. ആർട്സ് ക്ലബ് സെക്രട്ടറി തന്നെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഊഹിച്ചിരുന്നു. കോളേജിൽ വന്ന ആദ്യ വർഷം മുതൽ
തന്റെ നൃത്തമില്ലാതെ കോളേജ് ഡേ കടന്നു പോയിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എത്രയെത്ര സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരിക്കുന്നു. ആദ്യമായി വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നപ്പോൾ പരിശീലനം അവസാനിച്ചു. പിന്നീട് വർഷത്തിലൊരിക്കൽ മാത്രം എല്ലാം തട്ടിക്കുടഞ്ഞെടുക്കും. ഈ പ്രാവശ്യം ഒഴിവ് കഴിവ് പറഞ്ഞു നോക്കി, രക്ഷയുണ്ടായില്ല. രേണുകയുടെ നൃത്തമില്ലാതെ കോളേജ് ഡേ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ മുഖത്ത് അപേക്ഷാഭാവം. ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. അത് സാരമില്ല, നമുക്ക് ഇപ്പോഴേ റിഹേഴ്സൽ തുടങ്ങിക്കളയാം. എന്തായാലും രേണുക ഒഴിഞ്ഞു പോവരുത്. ആകെ നിങ്ങൾ കുറച്ചു കുട്ടികളെ നൃത്തത്തിനുള്ളൂ. എല്ലാ വർഷത്തേക്കാളും നമുക്ക് ഇത്തവണ കോളേജ് ഡേ ഗംഭീരമാക്കണം. പിന്നീടൊന്നും തടസ്സം പറയാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അച്ഛനാണ് ഫോൺ എടുത്തത്. വിവരം പറഞ്ഞപ്പോൾ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. തന്റെ സൂക്ഷിപ്പിലുണ്ടായിരുന്ന പാട്ട്, ടേപ്പ് ചെയ്ത കാസറ്റുകളും ഡ്രസ്സും ഹോസ്റ്റലിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഡ്രൈവറെയാണ് താൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പകരം കൊണ്ടുവന്നത് വിഷ്ണുവേട്ടനായിരുന്നു. രേണുവിന് വിസിറ്റർ എന്ന് കേട്ടപ്പോൾ താഴെ കാത്തിരുന്നത് ഏട്ടനാവുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. കുളി കഴിഞ്ഞു വരുന്ന വരവായിരുന്നു. മുടിയിലെ വെള്ളം തോർത്തിക്കളയാൻ നിൽക്കാതെ വേഗം താഴെ കൂടി. മുറിയിൽ ഡ്രൈവർക്ക് പകരം വിഷ്ണുവേട്ടനെ കണ്ടപ്പോൾ കാലുകൾ നിശ്ചലമായി. ഉള്ളിൽ മുട്ടിട്ട ജാള്യത മുഖത്ത് പ്രകടമായി. വിഷ്ണുവേട്ടൻ സാഗോദം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ രേണു ഇത്, തല തോർത്തിയില്ലേ? പെട്ടെന്നായിരുന്നു ചോദ്യം. മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നിർദ്ദേശമുണ്ടായി. വേഗം പോയി തല നല്ലവണ്ണം തോർത്തിയിട്ട് വരൂ. വെറുതെ പനി വരുത്തി വെക്കണ്ട. മുടിയിൽ നിന്ന് ഇറ്റിറ്റു വീണ വെള്ളം മൊസൈക്ക് തറയിൽ തളം കെട്ടി നിന്നിരുന്നു. വേഗം മുറിയിലേക്ക് തിരിഞ്ഞോടി. തല തോർത്തുമ്പോഴേക്കും മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ച് മുഖത്ത് പൗഡർ ഇടുമ്പോഴും മനസ്സ് കടുത്ത ആത്മനിന്ദയിൽ പുളയുന്നതറിഞ്ഞു. ആരാവും വിഷ്ണുവേട്ടന്റെ കയ്യിൽ ഇത് കൊടുത്തയച്ചത്? തനിക്ക് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഏട്ടന് നേരിടേണ്ടി വരുന്നതെന്ന് ഓർത്തു. സ്യൂട്ട് കേസ് കയ്യിൽ വാങ്ങുമ്പോൾ മടിച്ചു മടിച്ചു ചോദിച്ചു. ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയക്കാനായിരുന്നു ഞാൻ പറഞ്ഞത്. ഏട്ടനാകെ ബുദ്ധിമുട്ടായില്ലേ? ഒരു ക്ഷമാപണത്തിന്റെ ധ്വനി തന്റെ സ്വരത്തിലുണ്ടായിരുന്നു. ഏട്ടൻ ഒരു നിമിഷം മുഖത്തേക്ക് നോക്കി. സാവധാനം ആ ചുണ്ടുകളിൽ ചിരി വിടർന്നു. ഡ്രൈവർ സ്ഥലത്തില്ല. അയാളുടെ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ ഇതിവിടെ എത്തിക്കണമെങ്കിൽ രവിയോ അച്ഛനോ വരണം. രവി തന്നെ കൊണ്ടുവരാൻ ഒരുങ്ങിയതാണ്. പെട്രോളിന്റെ വില പൈസ ഞാൻ അങ്ങ് വാങ്ങി പോരെ. ആ വാചാലതയിൽ മനസ്സിലേറ്റ മൗഢ്യം അലിഞ്ഞില്ലാതായി. അധികം വൈകാതെ ഏട്ടൻ യാത്ര പറഞ്ഞു പോയിട്ടും അതേ നിൽപ്പ് തന്നെ തുടർന്നു. തന്നെ പൊതിഞ്ഞു നിന്ന ഒരപൂർവ സൗഖ്യം പെട്ടെന്ന് മാഞ്ഞു പോയതുപോലെ തോന്നി. ഈ സാമീപ്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും ഉള്ളം കൊതിക്കുകയാണ്. സ്യൂട്ട് കേസ് മേശപ്പുറത്തേക്കിട്ട് തലയിണയിൽ മുഖം പൂഴ്ത്തി എത്ര നേരം കിടന്നുവെന്നറിയില്ല. അംബിക വന്ന് പെട്ടി തുറന്ന് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിൽ കടന്നുകൂടി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് എഴുന്നേറ്റിരുന്നു. കാലുകളിൽ ചിലങ്ക കെട്ടി ഓരോ പ്രാവശ്യവും റിഹേഴ്സൽ നടത്തുമ്പോഴൊക്കെ മുന്നിൽ ഒരേ ഒരു രൂപമേ ഉണ്ടായിരുന്നുള്ളൂ, വിഷ്ണുവേട്ടൻ. ആ കണ്ണുകൾക്ക് കാണാനായി മാത്രമാണ് താൻ നൃത്തം ചെയ്യുന്നതെന്നും സങ്കല്പിച്ചു. ചിലങ്കകളുടെ നാദത്തിന് പുതിയൊരു ശ്രുതി. മനസ്സിന് ചിറകുകൾ വെച്ചതുപോലെ. ആ ദിവസങ്ങളിൽ ഒരു കാര്യം ഉള്ളിലുറച്ചു. കോളേജ് ഡേക്ക് വിഷ്ണുവേട്ടനെ ക്ഷണിക്കണം. സ്റ്റേജിൽ നിന്ന് താൻ നൃത്തമാടുമ്പോൾ തന്റെ മുന്നിൽ ഏട്ടനുണ്ടാവണം. ഇൻവിറ്റേഷൻ കാർഡ് കയ്യിൽ കിട്ടിയപ്പോൾ വിഷ്ണുവേട്ടന്റെ വിലാസത്തിലാണ് അയച്ചത്. വീട്ടിലേക്ക് അയക്കാൻ മറ്റൊന്നുകൂടി സംഘടിപ്പിക്കേണ്ടി വന്നു. അത്രയും ദൂരത്ത് നിന്ന് ആരും വരില്ലെന്നറിയാം. താൻ കോളേജിൽ വന്നു ചേർന്ന ആദ്യ വർഷം മാത്രം രവിയേട്ടനും സതിയേട്ടത്തെയും വന്നിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു അത്. ഓഫീസ് അഡ്രസ്സിൽ ക്ഷണക്കത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതു മുതൽ ആ ദിവസം വന്നു ചേരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായി. സുദീർഘമായ കാത്തിരിപ്പിൽ ചുറ്റുപാടുകളെ മറന്ന് തന്നെ സ്വയം മറക്കുകയായിരുന്നു. വർക്ക് സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ജീപ്പിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതായിരുന്നു വിഷ്ണു. വരാന്തയിലേക്ക് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മുറിയിൽ ഫോൺ ബെൽ മുഴങ്ങി. തിരിഞ്ഞു നടക്കണോ വേണ്ടേയെന്ന് ഒരു നിമിഷം സംശയിച്ചിരുന്നു. പ്യൂൺ ഫോൺ അറ്റൻഡ് ചെയ്തെന്ന് തോന്നുന്നു. സാർ ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അകത്തു നിന്ന് വീണ മറുപടി കേട്ട് പതുക്കെ ഹാഫ് ഡോറിനടുത്തേക്ക് നടന്നു. ഹോസ്റ്റലിൽ നിന്നാണ്. റിസീവർ ക്രാഡിലേക്ക് ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്യൂൺ പറഞ്ഞു. പൊടുന്നനെ മനസ്സിൽ തെളിഞ്ഞത് രേണുവിന്റെ മുഖമാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടാകും. വേഗം ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് ചെന്നു. ഹലോ, ഏട്ടനോ? ജിജ്ഞാസാഭരിതമായൊരു സ്വരം. ഉവ്, ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. എന്താ രേണു? ഒരു നിമിഷാർദ്ധം നീണ്ടു നിന്ന മൗനം. എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. യെസ്, പറഞ്ഞോളൂ. ഞാനൊരു കാർഡ് അയച്ചിരുന്നു ഏട്ടന്, കിട്ടിയോ? പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാർഡ് ഏതാണെന്ന് ഓർക്കുകയായിരുന്നു. ഞങ്ങളുടെ കോളേജ് ഡേയുടെ ക്ഷണക്കത്താണ്. ഏട്ടനത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങേ തലയ്ക്കൽ അക്ഷമ പ്രകടമായി.
ആ നിമിഷം അത് ഓർമ്മ വന്നു. ദിവസങ്ങൾക്ക് മുൻപ് രേണു ഒപ്പിട്ടയച്ച ക്ഷണക്കത്ത് ഒന്ന് നോക്കി. അപ്പോൾ തന്നെ ആ കാര്യം മറക്കുകയും ചെയ്തു. കിട്ടി കേട്ടോ. ആട്ടെ, എന്നാണ് കോളേജ് ഡേ? നാളെ വൈകുന്നേരമാണ്. ഏട്ടൻ അത് മറന്നേക്കോന്നറിയാം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് വിളിച്ചത്. രേണുവിൽ ഉത്സാഹം തിരയടിക്കുന്നതറിഞ്ഞു. ഞാൻ വരണോ രേണു? ഉള്ളിൽ സംശയമായിരുന്നു. വരില്ലെന്ന് തീർത്തു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഉത്സാഹം പെട്ടെന്നങ്ങ് തല്ലിയുടയ്ക്കാൻ മനസ്സനുവദിക്കുന്നില്ല. മറുതലയ്ക്കൽ നിന്ന് കേട്ട സ്വരത്തിന് പെട്ടെന്ന് അപഭംഗം സംഭവിച്ചതുപോലെ. ഹലോ, ലൈൻ കട്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചു നോക്കി. ഏട്ടൻ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? രേണുവിന്റെ സ്വരം അടഞ്ഞിരുന്നെന്ന് തോന്നി. ഏയ്, വർക്ക് സൈറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ ചിലപ്പോൾ വൈകും, അതാ ചോദിച്ചത്. പെട്ടെന്നൊരു കള്ളം നാവിൽ വന്നുദിച്ചു. എന്തുകൊണ്ടോ ബഹളമായ ആ അന്തരീക്ഷത്തിലേക്ക് ചെന്ന് കയറാൻ മടി തോന്നുന്നു. പ്രത്യേകിച്ചും വുമൻസ് കോളേജിലേക്ക്. രേണുവിന്റെ ഹോസ്റ്റലിൽ തന്നെ പോയി വരുന്നതിന്റെ വിമിട്ടം തനിക്കറിയാം. ഏട്ടൻ തീർച്ചയായും വരണം, ഞാൻ പ്രതീക്ഷിക്കും. രേണു വിടാനുള്ള ഭാവമില്ല. താൻ മറുത്തെന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്ന ഭയവും. ഫോൺ താഴെ വെക്കുകയും ചെയ്തു. ജീപ്പിലിരിക്കുമ്പോൾ രേണുവായിരുന്നു മനസ്സിൽ. പാവം കുട്ടി. മാസങ്ങൾക്ക് മുമ്പ് കരഞ്ഞു വീർത്ത കൺപോളകളും പേടിച്ചരണ്ട മുഖവുമായി തന്റെ മുന്നിൽ നിന്ന ആ ഭാവമാണ് എപ്പോഴും ഓർമ്മ വരിക. അജിത്ത് എന്ന പേര് കേട്ടാൽ മതി ആ മുഖം വിളറി വിളക്കും. അത്രയേറെ ആ കുട്ടി അയാളെ ഭയപ്പെടുന്നു തോന്നുന്നു. അജിത്തിനെ അപൂർവമായി താൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ കേട്ടറിഞ്ഞിരിക്കുന്നു. രവിയാണ് കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം അവനെ എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല. അതോടെ അവന്റെ അഹങ്കാരം ഞാൻ തീർക്കും. രവി പലതവണ ഉരുവിട്ടിട്ടുള്ള വാക്കുകൾ. എത്ര ശ്രമിച്ചിട്ടാണ് അന്ന് എല്ലാരും കൂടി ആ രോഷം ഒന്ന് തണുപ്പിച്ചെടുക്കത്തതെന്ന് ഓർത്തു. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമല്ല രവിയുടേത്. പക്ഷേ തീ ആളിക്കത്തിയാൽ അത് കെട്ടടങ്ങാൻ സമയമെടുക്കും. രേണുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തിയത് ചോദിക്കാൻ വേണ്ടി രവിയെ തനിച്ചയക്കാൻ സതിയും അച്ഛനും അനുവദിച്ചില്ല. താൻ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് സൗഹൃദപൂർവ്വം അജിത്തിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞു. അന്ന് രവി എല്ലാം കടിച്ചമർത്തുകയായിരുന്നെന്ന് തോന്നി. അജിത്തിന്റെ വാദഗതികൾ തന്നിലും ദേഷ്യം ഉണർത്തിയിരുന്നു. എനിക്ക് രേണുവിനെ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഹെർ വെരി മച്ച്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് അവളെ കണ്ടുകൂടാ? അത് പറയുമ്പോൾ ആ കണ്ണുകൾ കുറെ കൂറി ഇടുങ്ങി ചെറുതായതുപോലെ. ആ വാക്കുകളിലുടനീളം ധാർഷ്ട്യമാണെന്ന് മുഴച്ചിരിക്കുന്നത്. മുഖമടച്ചൊരടി കൊടുക്കാൻ തനിക്ക് പോലും തോന്നി. രവി എങ്ങനെയാണ് സ്വയം നിയന്ത്രിച്ചതെന്നറിയില്ല. അവളെ പഠിക്കാനാണ് ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത്, അല്ലാതെ പ്രേമിക്കാനല്ല. ഞാനൊരു കാര്യം തുറന്നു പറയാം അജിത്ത്, നീ എനിക്ക് അന്യനല്ല. അതുകൊണ്ട് പറയുകയാണ്, ഇതിവിടെ അവസാനിപ്പിക്കണം. ഇനി മേലിൽ രേണുവിനെ ശല്യപ്പെടുത്തരുത്. താക്കീന്ന് നിറഞ്ഞതായിരുന്നു രവിയുടെ സ്വരം. അജിത്തിൽ പെട്ടെന്ന് തന്നെ പ്രതികരണമുണ്ടായി. എനിക്കങ്ങനെ ഉറപ്പു തരാനൊന്നും പറ്റില്ല. കൂടുതൽ സംസാരിക്കാൻ ഇടതരാതെ അയാൾ എഴുന്നേറ്റപ്പോൾ രവിയും താനും എഴുന്നേറ്റു. ക്ഷമയുടെ നെല്ലിപ്പടി താനും കണ്ടു കഴിഞ്ഞിരുന്നു. എന്നിട്ടും നിയന്ത്രണം കൈവിടാതെ പറഞ്ഞു, ഇതൊരു കുട്ടിക്കളിയാണെന്ന് അജിത്ത് കരുതുന്നുണ്ടാവണം. പക്ഷേ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല. സാവകാശം ആലോചിച്ച് നോക്കൂ, ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. ഇവന്റെ അടുക്കൽ വേദമോതാൻ വന്ന് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. രവി ഇടയ്ക്ക് കയറി തന്നെ തടഞ്ഞു. വിഷ്ണു വരൂ. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ രവി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഒന്ന് ഓർത്തോളൂ, ഇത് ഊട്ടിയും ബാംഗ്ലൂരും ഒന്നും അല്ല. നീ അവിടെ കുറെ വിലസി നടന്നതല്ലേ. ഇത് ആണുങ്ങളുടെ നാടാണ്. ഇനി നീ വിവരം അറിയും. അജിത്ത് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുറത്തേക്കിറങ്ങി. അജിത്തിന്റെ അച്ഛനോട് സംസാരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് ആ വീട്ടിലേക്ക് പോയത്. പക്ഷേ അയാൾ ബിസിനസ് ടൂറിലായിരുന്നു. അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്ക് തന്നെ രവി പറഞ്ഞു, ഇവനെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താ വേണ്ടെന്ന് വിഷ്ണുവിന് അറിയാമോ? നല്ല ഇരുട്ടടി കൊടുക്കണം. പിന്നെ അവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുത്. രവി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. സാരമില്ല, പ്രായത്തിൻ്റെതാവും. കുറച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. നമ്മൾ ഈ പ്രായം കടന്നല്ലേ വന്നത്. അവന് പ്രേമിക്കാൻ എന്റെ പെങ്ങളെ കിട്ടിയുള്ളൂ. എന്താ പറഞ്ഞാണ് രവിയെ തണുപ്പിക്കുക എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ രവി വീണ്ടും പറഞ്ഞു, വിഷ്ണു കൂട്ടത്തിലുണ്ടായിട്ടാണ്. ഇല്ലെങ്കിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരുമായിരുന്നുള്ളൂ. മറുപടി പറയാൻ തനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. രവി പറഞ്ഞത് സത്യമായിരുന്നെന്ന് തോന്നി. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അജിത്തിന്റെ ഭാവവും പ്രകടനവും തന്നിലെ നീരസമുളവാക്കിയിരുന്നു. വളരെ അധികം ശ്രമപ്പെട്ടാണ് സ്വയം നിയന്ത്രിച്ചത്. സമാധാനപ്പെടുത്തി കൂടെ വിളിച്ചുകൊണ്ടുവന്ന ആളിനെ രംഗം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് തന്നെ മടക്കിക്കൊണ്ടു പോകണമെന്ന ഒരൊറ്റ ലക്ഷ്യമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. വീട്ടിലിരിക്കുന്നവരുടെ മനസ്സ് തങ്ങൾ തിരിച്ചു ചെല്ലുന്നതുവരെ അസ്വസ്ഥമായിരിക്കുമെന്നുള്ള ചിന്ത പലവട്ടം ഉള്ളിലേക്ക് കടന്നു വന്നിരുന്നു. രവി എന്തെങ്കിലും അവിവേകം കാട്ടുമെന്നൊരൊറ്റ ഭയം കൊണ്ട് മാത്രമാണ് അജിത്ത് വീണ്ടും
രേണുവിന് ഫോൺ ചെയ്ത കാര്യം താൻ പറയാതിരുന്നത്. രേണു അത് തന്നോട് പറഞ്ഞത് തന്നെ മടിച്ചാണ്. നിഷ്കളങ്കമായ ആ മുഖം കാണുമ്പോൾ സതിയാണ് പെട്ടെന്ന് ഓർമ്മ വരിക. കല്യാണത്തിന് മുമ്പ് വരെയും എന്തിനും തന്റെ പിന്നിൽ ഒരു ചിത്രശലഭത്തെ പോലെ തുള്ളിച്ചാടി നടന്ന സതിയെ പൊടുന്നനെ മറ്റൊരു സ്മൃതി ചിത്രം ഉള്ളിൽ നുരയിട്ട് വന്നു. കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് സതിയുടെ താരാട്ടിന്റെ ഈണവും കേട്ടാണ്. ഒരു നിമിഷം വാതിക്കൽ തറഞ്ഞു നിന്നുപോയി. അകത്ത് സതിയാണെന്നും ഇടയ്ക്കിടെ ഉയർന്നു കേട്ട കരച്ചിൽ അവളുടെ കുഞ്ഞിൻ്റെതാണെന്നും പിടിവിട്ടാൻ ഒരുപാട് നിമിഷങ്ങൾ എടുത്തു. സതി അപ്പോഴും തന്റെ മനസ്സിൽ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. അവൾക്ക് വന്ന മാറ്റം ഓർത്ത് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എത്ര കൈവേഗതയോടെയാണ് അവൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും താരാട്ട് പാടി ഉറക്കുന്നതും. ഈ ഭാവങ്ങൾ ഇത്ര നാൾ വരെ അവളിൽ എവിടെ ഒളിഞ്ഞിരുന്നു? ഒന്ന് രണ്ട് തവണ സ്വയം അറിയാതെ ശ്രദ്ധിച്ചു ഇരുന്നു പോയത് ഓർക്കുന്നു. മാറ്റങ്ങൾ ഉണ്ടായത് അവൾക്ക് മാത്രമായിരുന്നു. സതിയെ ഹോസ്റ്റലിൽ നിന്നും കൊണ്ടുവന്ന നിമിഷം വീടുണർന്നു. വർഷങ്ങളായി നിശബ്ദതയുടെ പിടിയിൽ അമർന്നു കിടന്ന വീട്ടിൽ പെട്ടെന്ന് വെളിച്ചവും കടന്നു വന്നതുപോലെ. ഏതു സമയവും കൃഷിയും കാര്യങ്ങളുമായി നടന്ന അമ്മാവൻ മോളെ മടിയിൽ എടുത്തു വെച്ച് മറ്റൊരു കുഞ്ഞായി മാറുന്നു. ആഴ്ച തോറും വീട്ടിലേക്ക് ഓടിയെത്താൻ തന്റെ മനസ്സും ധൃതി കൂട്ടി തുടങ്ങിയിരിക്കുന്നു. സതിയും കുഞ്ഞും മടങ്ങിപ്പോകുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ കൂടി ആവുന്നില്ല. രവി ആ കാര്യം ഒന്ന് രണ്ട് തവണ സൂചിപ്പിച്ചപ്പോഴൊക്കെ അമ്മാവൻ നാട്ടാചാരങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. ചിന്തകൾ കാട് കയറിയത് കൊണ്ട് പുഴയുടെ തീരത്ത് എത്തിയത് അറിഞ്ഞില്ല. ജീപ്പിന്റെ ശബ്ദം കേട്ട ഉടനെ പണിസ്ഥലത്ത് നിന്നിരുന്ന കോൺട്രാക്ടറും അനുയായികളും ഓടി വന്നു. ഞാൻ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. അയാൾ ചിരിക്കാൻ വാ തുറന്നപ്പോൾ കീഴ്ത്താടിയിലെ സ്വർണ്ണപ്പല്ല് ദൃശ്യമായി. ആവശ്യമില്ലാത്ത ആ ഭവ്യത ഉള്ളിൽ അലോസരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കോൺക്രീറ്റ് കൊഴിക്കുന്നിടത്തേക്ക് നടന്നു. സ്വീകരിക്കാൻ വന്നവർ പിന്നിലുണ്ടായിരുന്നു. പാലത്തിന്റെ കാലുകൾ ഉയർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പണി പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുത്തേക്കും. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു പുതുതായി ഉയർന്നു വരുന്ന പാലം. ടൗണിൽ നിന്ന് അധികം ദൂരമല്ലാതെ ആയിരുന്നിട്ടും പുഴയുടെ കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കടുത്തു വഞ്ചികളാണ്. പാലത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന സ്ഥിരം പൗരസമിതിയിലെ അംഗങ്ങൾ ഇടയ്ക്കിടെ തന്നെ കാണാൻ എത്താറുണ്ട്. വൈകുന്നേരം ലോഡ്ജിലേക്ക് മടങ്ങുമ്പോൾ രേണു വിളിച്ചിരുന്ന കാര്യം ഓർത്തു. നാളെയാണ് ആ ദിവസം. ഇന്ന് രാത്രി കഴിയുമ്പോൾ താൻ മറക്കാതിരുന്നാൽ മതി. താല്പര്യപൂർവ്വം വിളിച്ച സ്ഥിതിക്ക് ചെല്ലാതിരുന്നാൽ രേണുവിനത് വിഷമാവും. എന്തായാലും പോവുക തന്നെയെന്ന് ഉള്ളിൽ ഉറച്ചു. നാളെ ഓഫീസിൽ ചെന്നിട്ട് ആദ്യം ആ ക്ഷണക്കത്ത് കണ്ടുപിടിക്കണം. മേശയ്ക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. പരിപാടികൾ വൈകുന്നേരമല്ലാതെ എത്ര മണിക്കാണെന്ന് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. ജീപ്പ് മടക്കി അയച്ച് കാറുകളുടെ നീണ്ട നിരകൾക്കിടയിലൂടെ കോളേജിനുള്ളിലേക്ക് നടക്കുമ്പോൾ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആരുടെ ഇംഗ്ലീഷ് പ്രസംഗം കാതുകളിൽ വന്നലച്ചു. പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താൻ എത്താൻ വൈകി. ധൃതിയൊന്നും വെക്കാതെ പതുക്കെ ഓഡിറ്റോറിയത്തിലേക്ക് നേരെ നടന്നു. എല്ലാ വാതിലുകളും പെൺകുട്ടികളുടെ തിക്കും തിരക്കും. ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുകയാണെന്ന് തോന്നി. കൺമുമ്പിൽ വിവിധ വർണ്ണങ്ങളുടെ മായാപ്രപഞ്ചം. അകത്തേക്ക് ചെന്നാൽ ഒരുപക്ഷെ ഇരിക്കാൻ സ്ഥലം കിട്ടുകയുണ്ടാവില്ല. രേണുവിനെ കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് സ്ഥലം വിടാമായിരുന്നു. മുന്നോട്ട് നടക്കണോ വേണ്ടയോന്ന് ഒരു നിമിഷം സംശയിച്ചു. പെട്ടെന്ന് പുറത്തു നിന്നിരുന്ന കുട്ടികളുടെ ഇടയിൽ നിന്നും ഒരു പെൺകുട്ടി അടുത്തേക്ക് ഓടി വന്നു. പരിചയമുള്ള മുഖം. രേണുവിന്റെ കൂട്ടുകാരിയാണെന്ന് മനസ്സിലായി. രേണുക ഇതുവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മുഖവരെയൊന്നും ഇല്ലാതെ ആ പെൺകുട്ടി പറഞ്ഞു, രേണു എവിടെ? ഗ്രീൻ റൂമിൽ. പ്രസംഗം കഴിഞ്ഞാൽ ആദ്യം രേണുവിന്റെ ഡാൻസ് ആണ്. പെട്ടെന്ന് അതേക്കുറിച്ച് ഓർമ്മ വന്നു. ദിവസങ്ങൾക്ക് മുമ്പ് രവി തന്നയച്ച സ്യൂട്ട് കേസ് കൊണ്ടുവന്നു കൊടുത്തത് താനാണെന്ന്. പക്ഷേ രേണുവിന്റെ നൃത്തം ഈ ദിവസം ഉണ്ടായിരിക്കുമെന്ന അറിവേ ഇതുവരെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഞാൻ എന്തും ചോദിക്കാത്തത് കൊണ്ടാവും രേണുവിന്റെ കൂട്ടുകാരി പറഞ്ഞു, വരൂ അകത്തിരിക്കാം. സീറ്റ് ഉണ്ടാവുമോ? ഉണ്ട്, ഞങ്ങൾ നേരത്തെ തന്നെ ഒന്ന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മുഖത്ത് ചിരി വിടർന്നു. മുൻപോട്ട് നടക്കുമ്പോൾ വീണ്ടും പറയുന്നത് കേട്ടു, 5 മണി മുതൽ രേണു ഇവിടെ വന്ന് നിന്നതാണ്. അവസാനം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മിസ് ആളിനെ പറഞ്ഞയച്ച് വിളിപ്പിച്ചതാണ് പോയത്. ഉള്ളിൽ നേരിയ കുറ്റബോധം തോന്നി. കുറച്ചുകൂടി നേരത്തെ തനിക്ക് എത്താമായിരുന്നു. വാതിലടഞ്ഞു നിന്നിരുന്ന പെൺകുട്ടികൾ വഴി ഒഴിഞ്ഞു തന്നു. രണ്ടാമത്തെ കസേരയിൽ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന കസേരയിലിരുന്ന ഒരു വെളുത്തു തടിച്ച പെൺകുട്ടിയെ സൗമ്യ എന്തോ ആംഗ്യം കാണിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കണ്ടു. ഹാളിനുള്ളിലെ സീറ്റുകളിൽ 3/4 ഭാഗവും ക്ഷണിക്കപ്പെട്ടവരാണ്. കൈയടിക്കുന്നതെന്ന് തോന്നി. സുദീർഘമായ പ്രസംഗങ്ങൾക്ക് ശേഷം കലാപരിപാടികൾ ആരംഭിച്ചപ്പോഴേക്കും രാവിന്റെ കരിമ്പടം പുറത്തു വീണ് കഴിഞ്ഞിരുന്നു. നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി പതിഞ്ഞ ശബ്ദത്തിൽ പാടുന്നത് കേട്ടു. മനോഹരമായ ഗാനവീചികൾ
അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ രേണുവിന്റെ പേര് സ്പീക്കറിൽ മുഴങ്ങി. പൊടുന്നനെ ഹാളിനുള്ളിലെ വിളക്കുകൾ അണഞ്ഞു. കർട്ടൻ പതിയെ ഉയരാൻ തുടങ്ങിയപ്പോൾ ഇരിപ്പ് ഒന്നുകൂടി സുഖമാക്കി. മങ്ങേറിട്ടിൽ സ്റ്റേജിൽ ആദ്യം ആരും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. പിന്നീട് മാറി മാറി വീഴുന്ന സ്പോട്ട് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മുന്നിൽ നിന്നിരുന്ന രൂപം രേണു തന്നെയാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. ഒരപ്സര കന്യക മുന്നിൽ വന്നിറങ്ങിയ പ്രതീതി. പിന്നണിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഗാനത്തിനൊപ്പം രേണു ചലിക്കാൻ തുടങ്ങി. സ്വയം അറിയാതെ മനസ്സ് വീർപ്പടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു മിന്നൽ പിണർ. കാതടപ്പിക്കുന്ന കരഘോഷമാണ് സ്വപ്നത്തിൽ നിന്നുണർത്തിയത്. രേണുവിന്റെ നൃത്തം അവസാനിച്ചിരിക്കുന്നു. ഹാളിൽ വീണ്ടും മർമ്മരമുയരാൻ തുടങ്ങി. ഉള്ളിൽ അത്ഭുതം മുട്ടിട്ടു. രേണു എത്ര ഭംഗിയായി നൃത്തം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു കഴിവ് ആ കുട്ടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പോകുന്നതിന് മുമ്പ് കാണാനിടയായാൽ അഭിനന്ദിക്ക് തന്നെ വേണമെന്ന് ഉള്ളിൽ ഉറച്ചു. തുടർന്ന് വന്ന പരിപാടികളിലൊക്കെ വെറുതെ നോക്കിയിരുന്നു. സംഘനൃത്തത്തിലും രേണു ഉണ്ടായിരുന്നു. മധ്യത്തിൽ നിന്ന് ആ രൂപം പെട്ടെന്ന് തിരിച്ചറിയാൻ കണ്ണുകൾക്ക് കഴിഞ്ഞു. എല്ലാം അവസാനിപ്പിച്ചപ്പോഴേക്കും മണി 10 കഴിഞ്ഞിരുന്നു. അതുവരെ സമയബോധം ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഒഴുകിയവരുടെ തിക്കും തിരക്കും ഒന്ന് ഒതുങ്ങി കിട്ടിയപ്പോഴാണ് കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. വാതുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് കണ്ണുകൾ 4 പാടും പരതുകയായിരുന്നു. രേണു ഹോസ്റ്റലിലേക്ക് മടങ്ങിയിട്ടുണ്ടാവുമോ? വരാന്തയിൽ നിന്നെത്ത പെൺകുട്ടികളെ ശ്രദ്ധിക്കാൻ നിൽക്കാതെ പടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നാ വിളി കേട്ടു. വിഷ്ണുവേട്ടാ! വേഗം തിരിഞ്ഞു നിന്നു. മുന്നിൽ ഒരു സ്വപ്നം പോലെ രേണു. മേക്കപ്പ് പൂർണ്ണമായി തുടച്ചു കളയുന്നതിന് മുമ്പ് ഗ്രീൻ റൂമിൽ നിന്നും ഓടി വന്നതാണെന്ന് തോന്നി. ഏട്ടൻ എപ്പോഴെത്തി? കുറച്ച് വൈകി. എന്തായാലും രേണുവിന്റെ നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് എത്താൻ കഴിഞ്ഞു. ആ മിഴികൾ തിളങ്ങുന്നത് കണ്ടു. എന്തോ പറയാനായി ആ ചുണ്ടുകൾ വിമ്മിട്ടപ്പെടുന്നത് നോക്കി നിൽക്കുമ്പോൾ അഭിനന്ദിക്കാനായി വായ തുറന്നതാണ്. പെട്ടെന്ന് താൻ നിന്നിരുന്ന പിന്നിലൂടെ ആരോ ധൃതിയിൽ പടികൾ ചവിട്ടി കയറി വന്നു. തനിക്കെതിരെ നിന്നിരുന്ന രേണുവിന്റെ മുഖം നിമിഷം കൊണ്ട് വിളറി വെളുത്തു. ഹലോ രേണു! കാണാതെ പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സ്വരത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യ അമ്പരപ്പാണുണ്ടായത്. അജിത്ത്! കൺഗ്രാറ്റുലേഷൻസ് രേണു, നൃത്തം ഗംഭീരമായി. ഇത്ര നന്നായി രേണു നൃത്തം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. ആ വാക്കുകൾ ഉള്ളിൽ കാലുഷ്യമുണർത്തി. രേണു ഒരക്ഷരം ഉരിയാടാതെ പെട്ടെന്ന് തന്റെ അരികിലേക്ക് നീങ്ങി. നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ആ മുഖത്ത് തിരയടിച്ചു നിന്നിരുന്ന ഉത്സാഹവും ചൈതന്യവും എല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു. ഭയം ആ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കീഴടക്കിയിരിക്കുന്നു. എങ്ങനെയാണ് അജിത്തിനെ കൈകാര്യം ചെയ്യുകയെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ചൂണ്ടാണി വിരൽ ബൈക്കിന്റെ സ്വിച്ച് കീ കറക്കി. രസിക്കുന്നതിനിടയിൽ അയാൾ തുടരുന്നതും കേട്ടു. സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും ഒരു നന്ദി പറഞ്ഞുകൂടെ രേണു? ഞാൻ ഇത്രയും ദൂരം വന്നത് തന്നെ രേണുവിന്റെ നൃത്തം കാണാൻ വേണ്ടി മാത്രമാണ്. ആ വാക്കുകൾ തന്നിൽ ദേഷ്യമുണർത്തി. അഭിനന്ദിച്ചു കഴിഞ്ഞില്ലേ? തനിക്കിനി പോകാം. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഉള്ളിൽ നിന്ന് തിളച്ചു പൊങ്ങിയ രോഷം കടിച്ചമർത്താനേ കഴിഞ്ഞുള്ളൂ. ചുറ്റുപാടുകളെ ഓർത്ത് എന്തിനും തുനിഞ്ഞിറങ്ങിയവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. ആത്മസംയമനം പാലിക്കേണ്ടത് താനാണ്. പേടിച്ചേണ്ട മുഖഭാവത്തോടെ തന്നെ തൊട്ടില്ലെന്ന മട്ടിൽ നിന്നാണ് രേണുവിനോട് പറഞ്ഞു. നടക്ക്, ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. രേണു യാന്ത്രികമായി മുന്നോട്ട് നീങ്ങി. അജിത്തിനെ കടന്ന് പടികളിറങ്ങി ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ രേണുവിന്റെ പതറിയ ഒച്ച കാതുകളിൽ വീണു. അയാൾ എങ്ങനെ ഇവിടെ വന്നു? അറിയില്ല, ചിലപ്പോൾ യാദൃശികമാകാം. അതിന് രേണു എന്തിനാ പേടിക്കുന്നത്? എനിക്ക് അയാളെ കാണുന്നത് പോലും പേടിയാണ്. ഏട്ടൻ അറിയില്ല, അയാളൊരു വൃത്തികെട്ടവനാണ്. പെട്ടെന്ന് തന്നെ അരുതാത്തത് എന്തോ പറഞ്ഞതുപോലെ രേണു നിശബ്ദയായി. ഏതോ ഓർമ്മകളിൽ ആ മനസ്സ് കുരുങ്ങുന്നത് കണ്ടു. ഞാൻ നോക്കിയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഥവാ പേടി ഉള്ളിലുണ്ടെങ്കിൽ തന്നെ പുറമെ ഭാവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധൈര്യത്തോടെ കാര്യങ്ങൾ നേരിടാൻ രേണു ഇനിയും പഠിച്ചിട്ടില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ആശ്വസിപ്പിക്കാനായി വാക്കുകൾ ഉരുവിടുമ്പോഴും ഉള്ളിൽ കാത്തുനിന്ന അമർഷം കെട്ടടങ്ങിയിരുന്നില്ല. ഏട്ടനില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഹോ, ഓർക്കാൻ കൂടി വയ്യ. രേണു വീണ്ടും നടുങ്ങുന്നത് കണ്ടു. സാരമില്ല, ഇപ്പോൾ നടന്നത് ഗൗരവമായി എടുക്കണ്ട. ഇതിനിടയിൽ സൗമ്യ എവിടെ നിന്ന് ഓടി വിളിച്ചു. രേണു, സംസാരിച്ചത് മതി. ദേ മിസ് വിളിക്കുന്നു പോകാൻ. നിങ്ങൾ എങ്ങനെ പോകും? പെട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കോളേജ് ബസ് ഉണ്ട്. ധൃതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് സൗമ്യ രേണുവിനെ പിടിച്ചു വലിച്ചു. ബാക്കിയൊക്കെ നാളെ പറയാം, വാ. മറ്റുള്ളവരെല്ലാം കയറി കഴിഞ്ഞു. ഏട്ടൻ എങ്ങനെ പോകും? രേണു തിരിഞ്ഞു നിന്നു. രേണു ചെല്ല്, എനിക്ക് ഓട്ടോ കിട്ടും. ഇരുവരും ബസ്സിനടുത്തേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകൾ 4 പാടും പരതി. അജിത്ത് സ്ഥലം വിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം തനിക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ. പതുക്കെ ഗേറ്റിനടുത്തേക്ക് നടന്നു.
റോഡ് വിജനമായി തുടങ്ങിയിരുന്നു. കോളേജ് ഗേറ്റിനെതിരെയുള്ള കടകൾ അടച്ചിരുന്നില്ല. നേരെ അങ്ങോട്ടേക്ക് ചെന്നു. ഒരു സിഗരറ്റ് വാങ്ങി പുകച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റിനുള്ളിലേക്ക് തന്നെയായിരുന്നു ശ്രദ്ധ മുഴുവൻ. എന്തുകൊണ്ടോ ബസ് ഹോസ്റ്റലിലേക്ക് പോകുന്നത് കണ്ടിട്ട് മടങ്ങിയാൽ മതിയെന്ന് മനസ്സ് പറയുന്നു. അജിത്തിന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് തന്നെ പോലും വല്ലാതെ സ്പർശിച്ചിരിക്കുന്നത് പോലെ. ഈ വരവ് യാദൃച്ഛികമാവില്ലെന്ന് ഉറപ്പുണ്ട്. രേണുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അജിത്ത് എന്തോ ഉള്ളിൽ കരുതിയിട്ടുണ്ട്. മറ്റാർക്കും അതിൽ നിന്ന് അയാളെ പിന്തിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വിവേകപൂർവം ചിന്തിച്ചപ്പോൾ ഒരൊറ്റ വഴിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ. രേണുവിന്റെ വിവാഹം നടക്കണം. രേണു മറ്റൊരാളുടേതായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അജിത്ത് മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പുറകെ പോകും. വരട്ടെ, രവിയോട് സാവകാശം പറഞ്ഞ് ഗ്രഹിപ്പിക്കുകയാണ് വേണ്ടത്. രേണുവിന് ചേർന്ന ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്ന് ഉള്ളിൽ ഓർത്തു. കാണാൻ നല്ല സൗന്ദര്യമുള്ള കുട്ടി, ഇഷ്ടം പോലെ സ്വത്ത്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ ആലോചനകൾ വന്ന കാര്യം സതി പറഞ്ഞതായി ഓർക്കുന്നു. പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. തുടർന്ന് പഠിക്കണമെങ്കിൽ വിവാഹം കഴിഞ്ഞു ആകാലോ. അതിന് സമ്മതിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരും. ആലോചനകൾ കാട് കയറുന്നതിനിടയിൽ ബസ് ഗേറ്റ് കടന്ന് ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞു പോകുന്നത് കണ്ടു. കയ്യിലിരുന്ന് എരിഞ്ഞുകൊണ്ടിരുന്ന സിഗരറ്റിന്റെ കുറ്റി വഴി അരികിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ലോഡ്ജിലേക്ക് നടന്നു. ഞായറാഴ്ച രാവിലെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മാവൻ ചോദിച്ചു, ഇന്നലെ എന്തു പറ്റി? വരുന്നത് നോക്കി കുറെ ഇരുട്ടുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ട്രെയിൻ കിട്ടിയില്ല. പണി നടക്കുന്നിടത്ത് നിന്ന് പോരുമ്പോൾ സമയം കഴിഞ്ഞു. തുടർന്ന് ചോദ്യങ്ങൾ ഉണ്ടായില്ല. പകരം അടുക്കള തളത്തിലേക്ക് നോക്കി അമ്മാവൻ വിളിച്ചു പറഞ്ഞു, വിഷ്ണു വന്നിട്ടുണ്ട്, അവന് കാപ്പി എടുക്ക്. മിക്കവാറും ശനിയാഴ്ച രാത്രി തന്നെ എത്തുകയാണ് പതിവ്. ഇന്നലെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സമയത്തിന് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്താമായിരുന്നു. പാവ അമ്മാവൻ അർദ്ധരാത്രി വരെ വഴിയിലേക്ക് നോക്കി ഇരുന്നിട്ടുണ്ടാവും. തനിക്ക് എന്ത് പറ്റിയെന്നോർത്ത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. നീ ചെന്ന് കാപ്പി കുടിക്ക്, ഞാൻ പാടത്ത് വരെ ഒന്ന് പോയിട്ട് വരട്ടെ, ഇന്ന് പണിക്കാറുണ്ട്. അകത്തേക്ക് നടക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ വിമുഖത മനസ്സിനെ പിടിച്ചുലച്ചു. വീടാകെ നിശബ്ദത ഉറഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നി. സതിയും കുഞ്ഞും ഉണ്ടായിരുന്നപ്പോൾ വീടിനുള്ളിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നത് പോലെ തോന്നിയിരുന്നു. അവൾ പോയിട്ട് മാസങ്ങളാകാൻ തുടങ്ങുന്നു. ഇന്ന് രാവിലെ മുതൽ സതി തന്നെ പ്രതീക്ഷിച്ചിരിക്കും. എല്ലാ ഞായറാഴ്ചയും മോളെ കാണാൻ താൻ ചെല്ലാറുണ്ട്. ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ഡൈനിങ് ടേബിളിൽ ചായയും ഇഡലിയും കാത്തിരിപ്പുണ്ടായിരുന്നു. സ്വാദോടെ ആഹാരം കഴിക്കുന്നത് വീട്ടിലെത്തുമ്പോഴാണ്. മൂഖനായി ഇരുന്ന് കാപ്പി കഴിക്കുമ്പോൾ ആവി പറക്കുന്ന പുഴുങ്ങിയ നേന്ത്രപ്പഴവുമായി ലക്ഷ്മി അവ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മോൻ വന്നപ്പോ പുഴുങ്ങാൻ വെച്ചതാണ്, വെന്തിട്ടുണ്ടോന്ന് നോക്ക്. എനിക്കിതൊക്കെ മതിയായിരുന്നല്ലോ. അത് പറഞ്ഞാ പറ്റില്ല, ഇത് മോന് വേണ്ടി പുഴങ്ങിയതാണ്. സ്നേഹപൂർവമുള്ള ആ നിർബന്ധം കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങ് വെച്ചോളൂ, ഞാൻ കഴിച്ചോളാം, പോരെ? അത് മതി. അവർ വേഗം അടുക്കളയിലേക്ക് തന്നെ മടങ്ങി. പേരിന് വേണ്ടി ഒരു കഷ്ണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചൂട് കളഞ്ഞു തിന്നു. പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മാവൻ ധൃതിയിൽ മടങ്ങിയെത്തി. ഞാൻ കരുതി നീ പുറത്തേക്ക് പോയിട്ടുണ്ടാവുമെന്ന്. ഇല്ല, ഞാൻ ഇനി ഉച്ച കഴിഞ്ഞിട്ടേ മോളെ കാണാൻ പോകുന്നുള്ളൂ. പത്രം വായന തുടരാതെ അമ്മാവനെ തന്നെ നോക്കിയിരുന്നു. ആ ഭാവം കണ്ടപ്പോൾ എന്തോ ഗൗരവമേറിയ കാര്യം പറയാനുണ്ടെന്ന് തോന്നി. ഞാൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഒരു നീണ്ട മുഖവരി ഉണ്ടാകുമെന്നറിയാം. അത് കാരണം ക്ഷമയോടെ കേട്ടിരിക്കുന്നതായി ഭാവിച്ചു. രവി നിന്നോട് പറയാൻ ഏൽപ്പിച്ചതാണ്. ഈ ആഴ്ച നേരിൽ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. രവി എവിടെ പോയി? ബാംഗ്ലൂർക്ക്. ഫാക്ടറിയുടെ എന്തോ കാര്യത്തിനാ. ഇന്നലെയാ പോയത്. വരാൻ ഇനി 2 ദിവസം പിടിക്കും. മോൾ എങ്ങനെ ഇരിക്കുന്നു? സുഖം തന്നെ. ഇപ്പൊ കട്ടിലൊന്നും വിശ്വസിച്ച് കിടത്തിയിട്ടൊന്നും മാറാൻ പറ്റില്ല. കമിഴ്ന്ന് കിടന്ന് നീന്തും. 1-2 തവണ താഴേക്ക് വീഴാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടു. കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഒരാളെ കിട്ടില്ലേ? ഈ കാലത്ത് ആരെ കിട്ടാനാ? ഇപ്പൊ പിന്നെ രേണുക ഉള്ളതുകൊണ്ട് വിഷമമില്ല. ആ കുട്ടി നിലത്ത് വെക്കാതെ കൊണ്ട് നടക്കുക. 2 ദിവസത്തിനു മുമ്പ് എല്ലാരും കൂടി വന്നിരുന്നു. രേണുകയുടെ വെക്കേഷൻ തുടങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഹോസ്റ്റലിൽ നിന്ന് പോരുന്നതിന്റെ തലേന്ന് തന്നെ വിളിച്ച് യാത്ര ചോദിച്ചിരുന്നു. അമ്മാവൻ വീണ്ടും മൂകനായി. ഉള്ളിൽ ജിജ്ഞാസ കുമിഞ്ഞുകൂടി. രവി ഏൽപ്പിച്ച കാര്യം ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ല. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മാവൻ സംസാരം തുടർന്നു. രവി നിനക്കൊരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞു കേട്ടിടത്തോളം നല്ല ബന്ധം. പെൺകുട്ടി ഡോക്ടറാണ്. ഇവിടുത്തെ ഏതോ ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത്. കേട്ടിരുന്നപ്പോൾ പ്രത്യേകിച്ചൊരു വികാരവും തോന്നിയില്ല. തന്റെ മൗനം കണ്ടിട്ടാവും അമ്മാവൻ പറഞ്ഞു, പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി. രവിയുടെ കൂട്ടുകാരന്റെ പെങ്ങളാണ്. അവർക്ക് നിന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത്ര താല്പര്യം എടുത്തു വന്നത്. മുറിയിൽ വീണ്ടും നിശബ്ദത തളം കെട്ടി. അമ്മാവനോട് എന്തെങ്കിലും പറഞ്ഞേ തീരൂ. എന്താണ് പറയുക എന്നാലോചിച്ചിരുന്നപ്പോൾ
ആ സ്വരം കാതുകളിൽ വീണു. ഇനി എന്തിനാ മോനെ വെച്ച് താമസിപ്പിക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിവാഹം നടത്തണം. ഒരു പ്രായം കഴിഞ്ഞാൽ നല്ല ബന്ധം കിട്ടാനും പ്രയാസമാണ്. അതിനെന്താ അമ്മാവാ, എനിക്ക് ആ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വരട്ടെ വരട്ടെ എന്നും പറഞ്ഞ് ഇത്ര നാൾ നിന്നു. 6 മാസം പോയാൽ 1/2 വയസ്സ്. ഇനി എന്താ നിനക്ക് തടസ്സം? ഇത് നമുക്കങ്ങ് ഉറപ്പിക്കാം. സതിയോ അത് തന്നെ പറഞ്ഞിട്ട് പോയത്. അവൾക്ക് ആ കുട്ടിയെ നേരിട്ടറിയാം. അമ്മാവൻ തീർത്തും ഉറപ്പിച്ച മട്ടായിരുന്നു. അപ്പോ പിന്നെ ഞാനിനി കാണേണ്ട കാര്യമില്ലല്ലോ. ചുണ്ടുകളിൽ ചിരി ഊറിക്കൂടിയിരുന്നു. കാണണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായാലും നിന്റെ പെങ്ങള് പോയി മോശപ്പെട്ടൊരു കുട്ടിയെ തെരഞ്ഞെടുക്കില്ലല്ലോ. വീണ്ടും ഇരുവരുടെ ഇടയിൽ നിശബ്ദതയുടെ കനത്ത ഭാരം വീണു. രവി വന്നിട്ട് നീ ഒന്ന് പോയി കാണ്. അത് വേണ്ട അമ്മാവാ. എന്താ വിഷ്ണു, പിന്നെ നീ എന്ത് ഭാവിച്ചിട്ടാ? നിരാശയുടെ ഓളങ്ങൾ ആ മുഖത്ത് പ്രതിഫലിച്ചു. നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇനിയെങ്കിലും പറയ്. മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ജോലിയുള്ള കുട്ടി എന്തായാലും വേണ്ട. ഒന്നാമത് ഇവിടെ ആളില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സതിയോട് പറയാം. പറഞ്ഞത് കഴിഞ്ഞതും പതുക്കെ എഴുന്നേറ്റു. അമ്മാവൻ വിശ്വാസം വരാത്ത മട്ടിൽ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം കണ്ടപ്പോൾ ഉള്ളിൽ നേരിയൊരു നീറ്റിൽ പടർന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്റെ വിവാഹക്കാര്യം പറഞ്ഞു തുടങ്ങിയതാണ്. സതിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ പലപ്പോഴും നിർബന്ധിക്കുക തന്നെ ചെയ്തു. എന്തുകൊണ്ടോ ആ വഴിയിൽ ചിന്തിക്കാൻ ഇതുവരെ മനസ്സ് സന്നദ്ധമായിട്ടില്ല. എല്ലാ സാവകാശം മതിയെന്ന് വെച്ചു. നേരിട്ട് തന്റെ അടുക്കൽ വന്ന ആലോചനകളിൽ പോലും താല്പര്യമെടുത്തില്ല. ഏതോ പ്രേമബന്ധത്തിൽ കുടുങ്ങിയതാണെന്ന് സ്നേഹിതർ തെറ്റിദ്ധരിച്ചു. തന്റെ നിസ്സംഗത കുടുംബത്തിലുള്ളവർ മറ്റൊരു തരത്തിലാണ് കണ്ടത്. അമ്മാവന്റെ വഴി തന്നെ താനും തെരഞ്ഞെടുക്കുമോ എന്നായി. അനാഥരായ പെങ്ങളെയും കുട്ടികളെയും ചുമതല ഏറ്റെടുത്ത് ജീവിക്കാൻ മറന്നുപോയ ആളിന്റെ മുൻപിൽ നിന്നാണ് താൻ എഴുന്നേറ്റ് വന്നതെന്ന് ഓർത്തുപോയി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും കണ്ണുകളിൽ പതിവില്ലാത്ത ഉറക്കം ഓടിയെത്തി. ഒന്നും മയങ്ങി ഉണർന്ന് വേഗം മുഖം കഴുകി ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നു. അമ്മാവൻ വരുന്നോ? ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു. ഇല്ല, പണിക്കാരെ പറഞ്ഞു വരണം. നീ പൊയ്ക്കോളൂ. ഷെഡ് തുറന്ന് കാർ ഇറക്കി. ആഴ്ചയിലൊരിക്കലാണ് അതിന് ജീവൻ വെക്കുന്നത്. ടൗണിലെത്തിയപ്പോൾ രവിയുടെ അച്ഛന്റെ കാറ് എതിരെ വന്നു. ഓടിച്ചിരുന്ന ഡ്രൈവറായിരുന്നു. അയാൾ കാർ നിർത്താൻ ആംഗ്യം കാട്ടിയെന്ന് തോന്നി. വേഗം വഴിയുടെ ഓരം ചേർന്ന് നിർത്തി. സംശയം തീർക്കാനായി തിരിഞ്ഞു നോക്കി. കാറ് കുറച്ച് മാറ്റിയിട്ട് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി നടന്നു വരുന്നത് കണ്ടു. ഉള്ളിലെ ആകാംക്ഷ അടക്കി പിടിച്ച് ഡോർ തുറന്നു. അരികിലേക്ക് ഓടിയെത്തിയ അയാൾ കിതപ്പിനിടയിൽ ചോദിച്ചു, വീട്ടിലേക്ക് പോവാണോ? അതെ, സതികുഞ്ഞ് ഹോസ്പിറ്റലിലാണ്. അമ്പരപ്പിൽ ഉത്കണ്ഠയിൽ മനസ്സ് പകച്ചു. മോൾക്ക് നല്ല പനി. രാവിലെ കൊണ്ടുപോയപ്പോൾ കിടത്തണമെന്ന് പറഞ്ഞു. ഞാനിപ്പം കാപ്പിയും കൊണ്ട് പോവുകയാ. രവി സ്ഥലത്തില്ലല്ലോ? ഇല്ല, മുതലാളി ഉണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇരിക്കുക. എന്നാൽ പൊയ്ക്കോളൂ, ഞാനും വരുന്നു. അയാൾ തിരിഞ്ഞോടി. വേഗം കാർ തിരിച്ചെടുത്ത് മുൻപുള്ളതിന്റെ പുറകെ വിട്ടു. മനസ്സിൽ ചാഞ്ചല്യമുണ്ടായിരുന്നു. കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടായിട്ടാവാം ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മുറിയിൽ ചെന്ന് കയറുമ്പോൾ മോൾ തളർന്നുയർന്നുകയായിരുന്നു. തൊട്ടടുത്തിരുന്ന സതി വേഗം എഴുന്നേറ്റു. കുഞ്ഞിന്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനി കുറഞ്ഞിരിക്കുന്നുവെന്ന് തോന്നി. സെറ്റിയിലിരുന്ന രവിയുടെ അച്ഛൻ ചോദിച്ചു, വിഷ്ണു വീട്ടിൽ പോയിട്ട് വരികയാണോ? ഇല്ല, വഴി വെച്ച് ഡ്രൈവറെ കണ്ടു. അപ്പോഴറിഞ്ഞു. ഞാൻ ഏട്ടനെ രാവിലെ മുതൽ നോക്കിയിരിക്കുക. സതി ചുണ്ടനക്കി. ഞാൻ ഇന്നാണ് എത്തിയത്. ആഴ്ചതോറുമാണോ വരുന്നത്? രവിയുടെ വല്യച്ഛന്റെ ഭാര്യയുടേതായിരുന്ന ചോദ്യം. ഉവ്. മോളുടെ അസുഖ വിവരം പറയുന്നതിനിടയിൽ അച്ഛൻ എഴുന്നേറ്റു. എന്നാൽ വിഷ്ണു ഇരിക്കെ, കുറച്ചു കഴിഞ്ഞല്ലേ പോകൂ. ഞാൻ കമ്പനിയിൽ ഒന്ന് പോയിട്ട് വരട്ടെ. കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്നു. ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ചേച്ചിയമ്മ പറയുന്നത് കേട്ടു. ഇപ്പൊ നാട് മുഴുക്കിയുണ്ട് പനി. വീട്ടില് വിജയം വന്നിട്ട് എത്ര ദിവസം കിടന്നു. രേണുവിന് ആദ്യം പനി വന്നത്. പനി തുടങ്ങിയപ്പോഴേ അവൾ മോളുടെ അടുക്കൽ പോലും വരില്ലായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഇന്നലെ രാത്രി നോക്കിയപ്പോൾ നല്ല ചൂട്. ഞാൻ അവിടെ ഇരുന്ന പനിയുടെ മരുന്നെടുത്ത് കൊടുത്തു നോക്കി. രാവിലെ അച്ഛൻ അറിഞ്ഞപ്പോ വേഗം കൊണ്ടുപോന്നു. സതിയുടെ തളർന്ന ശബ്ദം. രവി എന്ന് വരും? ചിലപ്പോ നാളെ. ഇന്നലെ വൈകുന്നേരം വിളിച്ചിരുന്നു. എന്തായാലും ഈ വിവരം അറിയിക്കണ്ടെന്ന് വെച്ചു. വേണ്ട വേണ്ട, അവൻ ഇത് അറിയുമ്പോ അവിടുന്ന് ഓടിപ്പാഞ്ഞു വരാൻ നോക്കും. പനി അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. രാവിലെ ഉണ്ടായതിനേക്കാൾ കുറഞ്ഞിട്ടുമുണ്ട്, ചേച്ചിയമ്മ പറഞ്ഞു. ഒന്നും മിണ്ടാനാവാതെ നിശബ്ദമിരിക്കുമ്പോൾ സതി ഫ്ലാസ്കിൽ നിന്ന് ചായ പകർന്നെടുത്ത് തനിക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, നിങ്ങൾ കുടിക്കേ. ഇതിൽ നിറച്ചുണ്ട്, ഏട്ടൻ കുടിക്കേ. ഞാൻ ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. നിമിഷങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മോൾ ഉണർന്നപ്പോൾ പതുക്കെ എടുത്തുകൊണ്ട് നടന്നു. പനി നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടു. ഉള്ളിൽ തണുപ്പ് വീണു. വിഷ്ണു ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ.
രാവിലെ എല്ലാം ഇട്ടറിഞ്ഞു ഓടിയതാണ്. ആ പെണ്ണ് എന്താക്കിയോ ആവോ. ഷോ, കഷ്ടമായി പോയി. അച്ഛന്റെ കൂടെ ആ കാറിലങ്ങ് പോകാമായിരുന്നു. ഇനിയിപ്പൊ ഏട്ടനൊന്ന് കൊണ്ടാക്കിയിട്ട് വരൂ. നീ തനിച്ച്? അർദ്ധോക്തിയിൽ നിർത്തുമ്പോൾ ചേച്ചിയമ്മ പറഞ്ഞു. വേണ്ട, വിഷ്ണു ഇവിടെ ഇരിക്കട്ടെ. പുറത്ത് ചെന്നാൽ ഓട്ടോ കിട്ടും. ഞാൻ അതിലങ്ങ് പൊയ്ക്കോളാം. ഇല്ല, ഏട്ടൻ കൊണ്ടാക്കും. മോൾക്ക് കുറവുണ്ടല്ലോ. അഥവാ കരഞ്ഞാൽ തന്നെ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഓടിയെത്തും. സതി സമ്മതിക്കുന്ന മട്ടില്ലായിരുന്നു. മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ചേച്ചി അമ്മ പോകാനായി എഴുന്നേറ്റ് കഴിഞ്ഞു. കാറിലിരിക്കുമ്പോൾ അവർ പറയുന്നത് കേട്ടു. രാവിലെ ഫോൺ വന്നപ്പോ ഞാൻ കരുതിയത് രേണുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നാ. മോളുടെ കാര്യമേ ഓർത്തില്ല. ഇന്നലെ വൈകുന്നേരം രേണുവിന്റെ അസുഖം അറിയാൻ ഞാൻ അവിടെ പോയതല്ലേ. അപ്പോഴും ചിരിച്ചു കളിച്ചിരുന്ന കുഞ്ഞാണു. രേണുവിന്റെ പനി കുറഞ്ഞില്ലേ? തീർത്തും മാറിയിട്ടില്ല. ഒരസ്ഥിയായി. ആഹാരമൊന്നും കഴിക്കാൻ വയ്യ. അവളെ തനിച്ചിരുത്തണ്ടെന്ന് കരുതിയ അമ്മൂനെ സതി കൂട്ടത്തിൽ വിടാഞ്ഞത്. രവിയുടെ വീട്ടിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടു. എന്തായാലും രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് രേണുവിനെ കണ്ടിട്ട് പോകണമെന്ന് ഉള്ളിൽ ഉറച്ചു. തിരിച്ചു വരുന്ന വഴി കയറിയാൽ താൻ ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. സതിയും മോളും തനിച്ചാണെന്നുള്ള ബോധം കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. നിനക്കായി മാത്രം എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്